സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുള്ള ഒരുവിധം എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് നമ്മുടെ സ്വന്തം വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. അതായത് നമ്മളിട്ട വീഡിയോ നമ്മൾ തന്നെ കാണുന്നത് കൊണ്ട് നമ്മുടെ ചാനലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരിക്കാം. ഒരു ഡൗട്ട് ഇല്ലാത്തവരും ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ ഒരിക്കലും കാണാൻ പാടില്ല. നിങ്ങൾ സ്വന്തം വീഡിയോസ് നമ്മൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. നമ്മുടെ മോണിറ്റൈസേഷൻ തന്നെ കട്ടായി പോകും. നമ്മുടെ ആഡ്സൻസ് അക്കൗണ്ട് ഡിസേബിൾ ആയി പോകും. ഇത്രയൊക്കെ കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ അതെങ്ങനെയെന്നാണ് ഈ ഒരു വീഡിയോ പറഞ്ഞു തരുന്നത്. അപ്പോൾ യൂട്യൂബിൻ്റെ അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സൻസിന് ഒരു പോളിസി ഉണ്ട്. ആ പോളിസി പ്രകാരം ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ഈ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയിലേക്ക് ഇൻവാലിഡായിട്ട് ക്ലിക്കുകൾ വന്നു കഴിഞ്ഞാൽ ആ ക്ലിക്ക് ആക്ടിവിറ്റീസിൻ്റെ ബേസിൽ നമ്മുടെ ആഡ്സൻസ് അക്കൗണ്ട് ഡിസേബിൾ ആയി പോകും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏതൊക്കെ സിറ്റുവേഷനിൽ എന്ന് വെച്ചാൽ, ഇപ്പോൾ സ്വന്തം വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ നമുക്ക് വ്യൂസും വാച്ച് ടൈമും കൂട്ടാൻ വേണ്ടി നമ്മൾ തന്നെ നമ്മുടെ പല ഡിവൈസുകളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഡിവൈസിൽ നിന്നോ കയറി കാണുക, ഒന്നിലധികം തവണ കയറി ഇങ്ങനെ കണ്ട് വ്യൂസ് കൂട്ടുക. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും കൂടെ കയ്യിൽ നമ്മൾ ഈ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് എല്ലാവരും നമ്മൾ ഫോഴ്സ്ഫുള്ളി അവരെ കൊണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഉപയോഗിച്ചിട്ട് നമ്മൾ തന്നെ ഇൻറ്റൻഷനലി വ്യൂസിനകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അവരെ കൊണ്ട് വീഡിയോസ് വാച്ച് ചെയ്യിപ്പിക്കുക, ആഡ്സിൽ ക്ലിക്ക് ചെയ്യിക്കുക, നമ്മൾ സ്വന്തമായിട്ട് കയറി നമ്മുടെ സ്വന്തം ആഡ്സിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസിനെയാണ് ഗൂഗിൾ അല്ലെങ്കിൽ യൂട്യൂബ് ഇൻവാലിഡ് ക്ലിക്ക് അപ്പോൾ അതുപോലത്തെയുള്ള ആക്ടിവിറ്റീസിനാണ് യൂട്യൂബ് ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി എന്ന് കണക്കാക്കുന്നത്. അപ്പോൾ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ആഡ്സൻസ് ബാൻ ആയി പോകും അല്ലെങ്കിൽ ഡിസേബിൾ ആയി പോകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മുടെ സ്വന്തം വീഡിയോസ് നമ്മൾ കാണാതിരിക്കുക. നമ്മൾ ഇതുപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ സെറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് ഇൻറ്റൻഷനലി ഫോഴ്സ്ഫുള്ളി കാണിപ്പിക്കാതിരിക്കുക. നമ്മൾ തന്നെ കയറി ആഡ്സിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. ഇപ്പോൾ നമ്മുടെ വീഡിയോസിൽ ആഡ്സ് വരുന്നുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി സ്വന്തമായിട്ട് കയറി കണ്ടു നോക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്വന്തം ഡിവൈസിൽ നിന്ന് കയറിയാലേ പ്രശ്നമുള്ളൂ എന്ന് കരുതി വീട്ടിൽ വേറൊരു ഫോൺ എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് കയറി കാണുന്നവരുണ്ടാവും. അങ്ങനെ കണ്ടു കഴിഞ്ഞാലുള്ള റിസ്ക് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോമൺ വൈഫൈ ഉപയോഗിച്ചാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അങ്ങനെ ഒരിക്കലും കാണാൻ പാടില്ല. ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനും ചാനൽ മാനേജ് ചെയ്യാനും ഉപയോഗിക്കുന്ന ആ ഒരു വൈഫൈ നെറ്റ്വർക്ക് സെയിം നെറ്റ്വർക്ക് തന്നെ മറ്റൊരു ഡിവൈസിൽ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ കയറി കഴിഞ്ഞാൽ അത് യൂട്യൂബിന് കണ്ടെത്താൻ സാധിക്കും, അല്ലെങ്കിൽ ആഡ്സൻസ് കണ്ടെത്താൻ സാധിക്കും. അത് ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി ആയിട്ട് മാറും. അപ്പോൾ നിങ്ങളിപ്പോൾ അങ്ങനെ കണ്ടേ നോക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ യൂട്യൂബ് ചാനൽ മാനേജ് ചെയ്യുന്ന ഡിവൈസ് ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് കയറാതിരിക്കുക. സെയിം നെറ്റ്വർക്ക് അല്ലെങ്കിൽ സെയിം വൈഫൈ ഉപയോഗിച്ചിട്ട് കയറാതിരിക്കുക. സെയിം മൊബൈൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് കയറാതിരിക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ ഹോട്ട്സ്പോട്ട് ഉപയോഗിച്ചിട്ട് മറ്റേ ഫോണിൽ നിന്ന് കയറാതിരിക്കുക. അങ്ങനെയൊന്നും കയറരുത്. നിങ്ങൾക്കിപ്പോൾ കയറി കാണണമെന്നുണ്ടെങ്കിൽ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഡിവൈസ് അതിൻ്റെ വേറെ നെറ്റ്വർക്ക് ഉപയോഗിച്ച് കയറുക. ആ ഒരു ഡിവൈസിൽ യാതൊരു കാരണവശാലും ഈ ഒരു യൂട്യൂബ് ചാനൽ മാനേജ് ചെയ്യുന്ന ഫോണിനകത്തുള്ള ഇമെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ ആ ഒരു സിം കാർഡ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ആ ഫോണിനകത്ത് ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡിയും മറ്റു കാര്യങ്ങളൊന്നും ഈ ഫോണിൽ ഉപയോഗിക്കരുത്. അതായത് ഈ ഫോൺ തമ്മിൽ എൻ്റയർലി യാതൊരു കാര്യത്തിലും കണക്ഷൻ ഉണ്ടായിരിക്കാൻ പാടില്ല. അങ്ങനെയെങ്കിൽ മാത്രമേ ഇത് സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങളതാണ് ഈ ഒരു മറ്റൊരു ഫോൺ ഇതിൽ കയറി കാണുന്നതെന്ന് യൂട്യൂബിന് തിരിച്ചറിയാൻ പറ്റിക്കഴിഞ്ഞാൽ അത് പണി പോകണം. അപ്പോൾ നമ്മൾ എത്രയൊക്കെ ഉടായ്പ കാണിക്കുന്നത് അതിൻ്റെ ഉടായ്പിൻ്റെയൊക്കെ അങ്ങേ അറ്റത്തെ ആളാണ് ഈ ഇരിക്കുന്നതെന്ന് ഓർമ്മ വേണം. അപ്പോൾ അവരെയാണ് നമ്മൾ പറ്റിക്കാൻ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക. യാതൊരു കാരണവശാലും അത്തരത്തിലുള്ള നമ്മൾ ഇൻവാലിഡ് ആയിട്ടുള്ള ക്ലിക്ക് ആക്ടിവിറ്റീസ് ചാനലിൽ കൊണ്ടുവരുന്നത്. ഒരിക്കൽ ആഡ്സൻസ് അക്കൗണ്ട് ഡിസേബിൾ ആയി പോയി കഴിഞ്ഞാൽ പിന്നീട് ഈ ജന്മത്ത് നിങ്ങൾക്ക് ആഡ്സൻസ് അക്കൗണ്ട് എടുക്കാൻ സാധിക്കില്ല. ലൈഫ് ലോങ് ഒരൊറ്റ ആഡ്സൻസ് മാത്രമേ ഒരാൾക്ക് കിട്ടത്തുള്ളൂ. ഒന്നിലധികം ആഡ്സൻസുകൾ ഒരിക്കലും ആർക്കും അവർ കൊടുക്കത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ID വെരിഫിക്കേഷൻ ഒക്കെ ചെയ്താണ് എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വേറെ ആരുടെയെങ്കിലുമൊക്കെ പേരിൽ ആഡ്സൻസ് എടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യണം. അതൊക്കെ ഒരുപാട് റിസ്ക് എലമെൻറ്റ്സ് ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരാൾക്ക് ഒരു ആഡ്സൻസ് അവർ കൊടുക്കത്തുള്ളൂ എന്നുള്ള കാര്യം ഓർമ്മ വേണം. അപ്പോൾ അതുകൊണ്ട് ആ നോക്കിയും കണ്ട് ചെയ്യുക. ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് നമ്മുടെ വീഡിയോസിൽ വരാതെ നോക്കുക.